പറഞ്ഞിട്ട് അനക്കൊണ്ട് നമ്മളിതേ കോഴി ബിരിയാണി എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കണ്. ഒന്ന് നിർത്തന്റെ പാത്തു. വിരുന്നാരെ എങ്ങനെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് നീ ഓരോരുത്തരെ വിളിച്ചു വരുത്തുന്നത്. വിരുന്നാരെന്ന് പറഞ്ഞ ആരും വന്നാലേ പുരയ്ക്കകത്തേറ്റില്ലേ നമ്മള്. ബന്ധുക്കളോ വരി വരി വരിയായി കുടുംബത്ത് കേറി നിര നിര നിരയായി ഉള്ളതെല്ലാം വാരി കെട്ടി ഇവിടെ മുടിപ്പിക്കുമേ. അളിയനെന്നും മൂത്താപ്പാന്റെ മകനെന്നും ബന്ധുക്കാരൻ മാമ എന്നും മൊത്തത്തിൽ ശല്യങ്ങളാ. എന്താണ് ഈ പേഴ്സി വെച്ചിരിക്കണത്? ഓ എന്റെ പാത്തുമ്മ തുള്ളാതെ കാര്യം പറ. എന്റെ പേഴ്സിൽ എന്റെ ഫോട്ടോ, അതെന്തിനാ? അതേ പാത്തു, ഏതെങ്കിലും ഇടങ്ങേറായിട്ടുള്ള പ്രശ്നങ്ങളിൽ പെട്ട് ചുറ്റിത്തിരിഞ്ഞു വട്ടം കറങ്ങി ഹലാക്കിന്റെ അവലും കഞ്ഞി പരുവത്തിലയക്കുന്ന സമയത്ത് എന്റെ ഫോട്ടോ എടുത്തു നോക്കിയാൽ ഞമ്മക്കൊരു സമാധാനം. ഹോ, എന്തായാലും ഇങ്ങക്ക് നമ്മളെ കാണുമ്പോ ഒരു സമാധാനം ഉണ്ടല്ലോ. അങ്ങനത്തെ സമാധാനം അല്ല മോളെ ഇത്. ഇതിനേക്കാൾ വലിയ പ്രശ്നമല്ലല്ലോ അത് എന്നോർക്കുമ്പോഴുള്ള സമാധാനം. അതുകൊണ്ടല്ലേ എന്റെ ഫോട്ടോ നമ്മള് പേഴ്സിൽ വെച്ചിരിക്കണത്. അല്ല, ഈ അറിഞ്ഞോ എന്റെ മാമാന്റെ മോൻ ഒരു സ്റ്റോറി ഇട്ടിരുന്നു. ഓ പഹേനോ, ഓന്റെ സ്റ്റോറി വെച്ച് അവന്റെ തലക്കടിക്കണം. ഓ പഹേ വന്നു. നീ വന്നോ, നിന്നെ ശരിയാക്കും. തല്ലല്ലേ മാമ കൊല്ലല്ലേ മാമ പറയുന്ന കേട്ടു ഞാൻ നിന്നോളാം മാമ. പണ്ടത്തെ പോലെ ഞാൻ കാശും കൊണ്ട് ഇവിടുന്നു മുങ്ങൂല. പോപ്പഹയാ പോപ്പഹയാ ഒന്ന് പോപ്പഹയാ ഒന്ന് പോപ്പഹയാ. ഞാൻ പോല. പാത്തുമ്മ പെട്ടെന്ന് ഗ്ലാസ് വെള്ളം എടുക്ക്. ഇല്ല മാമ, ഞാൻ ചായയും ബിരിയാണിയും കിട്ടാതെ ഞാൻ പോവൂല. അന്നവര് പെട്ടെന്ന് കൊടുത്തുവിട്. അല്ല, ഇങ്ങക്ക് എന്താ ഓനോട് ഇത്ര ദേഷ്യം? ഓനെ കുടുംബത്തേറ്റാൻ കൊള്ളൂല. ഇല്ലില്ല, മാമ മേടിച്ചരാന്ന് പറഞ്ഞ കവാസാക്കി കിട്ടാതെ ഞാൻ പോവൂല. അനക്കെന്തിനാടാ കവാച്ചാക്കി ബൈക്ക്? അനക്കെന്തിനാണ് അള്ളാഹു രണ്ട് കാല് തന്നിരിക്കുന്നേ? ഒരു കാല് ബ്രേക്ക് പിടിക്കാനും ഒരു കാല് ഗിയർ മാറ്റാനും. അവന്റെ ഒരു കവാസാക്കി. നീ ഇജ്ജറിഞ്ഞില്ലേ റസാക്കിന്റെ കാര്യം? റസാക്കിന്റെ കവാസാക്കി വെളിവില്ലാത്ത സ്പീഡാക്കി ദേ കിടക്കണ് രണ്ടാക്കി. റസാക്കിന്റെ കവാസാക്കി. ദേ ഇപ്പൊ ഒരു ഫോൺ വന്നു. മൂത്താപ്പായും മൂത്തുമായും മക്കളും ദേ വരണു. ഹോ, ഇങ്ങള് വന്നോ? ഇങ്ങളിപ്പൊ ഇങ്ങോട്ട് കേറണ്ട. ഞങ്ങൾ ഇന്ന് ക്വാറന്റൈൻ കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ ഇപ്പൊ ക്വാറന്റൈൻ കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. എന്റെ ഓ